നല്ല നമസ്കാരം. നമുക്ക് PSC ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നലെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് നമുക്ക് ആൻസർ ആദ്യം തന്നെ പറയാം. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ഇന്നലെ നിങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. റിസർവ് ബാങ്ക് ഗവർണർ ആരാണെന്നാണ് ചോദിച്ചത്. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഗവർണർ. സഞ്ജയ് മൽഹോത്ര, മറക്കരുത്. ഇനി അടുത്ത ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ലോക കമ്മ്യൂണൈസേഷൻ വീക്ക് ഏതാണെന്ന് ചോദിക്കുന്നത്. ഏപ്രിൽ അവസാനത്തെ ആഴ്ചയാണ് ലോക കമ്മ്യൂണൈസേഷൻ വീക്ക്. മറന്നു പോകരുത്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. മറന്നു പോകരുത്. ഇനി നെക്സ്റ്റ് ചോദ്യം നമുക്ക് ചോദിക്കാം. ലോകാരോഗ്യ സംഘടന രൂപീകരിച്ച വർഷം 1948 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ്. 1948 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ലോകാരോഗ്യ സംഘടന രൂപീകരിച്ച വർഷം. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം. ഒരു അബ്രിവേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അബ്രിവേഷൻ നിങ്ങളോട് ചോദിക്കാം. MOUന്റെ അബ്രിവേഷൻ എന്താണെന്ന് പറയാൻ പറ്റുമോ? MOUന്റെ അബ്രിവേഷൻ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. MOUന്റെ അബ്രിവേഷൻ. മറന്നു പോരുത്. പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. പല കമ്പനികളും മറ്റുള്ള രീതിയിലുള്ള ഒരു ധാരണാപത്രം ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇനി സ്പേസ് കമ്മീഷൻ ചെയർമാൻ ആണ്. സ്പേസ് കമ്മീഷൻ ചെയർമാൻ ISRO ആണ്. ISRO നമുക്കറിയാം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ അബ്രിവേഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ചെയർമാൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. സ്പേസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് ISROയുടെ ചെയർമാൻ. സ്പേസ് കമ്മീഷൻ ചെയർമാൻ. എന്താ ISRO എന്ന് പറയുമ്പോൾ നമുക്കൊന്നുകൂടെ ഓർമ്മ വെക്കണം. വേണമെങ്കിൽ അബ്രിവേഷൻ വേണം ചോദിക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഓക്കെ. ഇനി അടുത്ത നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം നമുക്ക് നാളത്തെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? ഏതാണെന്ന് ചോദിക്കുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം. കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ കമന്റ് ബോക്സിൽ ഇടണം. നിങ്ങൾ ശരിയായ രീതിയിൽ പഠിച്ചാൽ 100% കോമ്പറ്റേറ്റീവ് എക്സാമിന് വിജയം കൈവരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമം ഉണ്ടെങ്കിൽ എന്തും സ്വായത്തമാക്കാന്നാണ് പറയണത്. എല്ലാ രീതിയിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100% വിജയം നമ്മുടെ മുന്നിലാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? കുട്ടികൾ ഇന്ന് പല രീതിയിലേക്കും യഥാർത്ഥ ദിശാബോധത്തിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിൽ നിന്ന് ശരിയായിട്ടുള്ള ദിശാബോധത്തിലേക്ക് അവർക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും അവരുടെ വീടും സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി, ഒരു സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ ചാനലിന്റെ ചെറിയ ചെറിയ സന്ദേശങ്ങൾ. ഓക്കെ, താങ്ക് യു. ഞാൻ ശിവദാസൻ നന്ദിയാട്ടെ.